മുൻനിര നേതാക്കന്മാരെയും പ്രസ്ഥാനങ്ങളെയും ഒതുക്കി നിർത്തിക്കൊണ്ടായിരുന്നു ചാണ്ടിയുമ്മൻ നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ടത്. പക്ഷേ കഷ്ടപ്പാടുകളെല്ലാം വിഫലമായി പോയി തന്നെ എന്ന് പറയണം. നിമിഷപ്രിയയ്ക്കുള്ള വധശിക്ഷയ്ക്കുള്ള നിമിഷങ്ങൾ അടുത്തുകൊണ്ടിരിക്കവേ ഇവിടെ പ്രതിരോധത്തിലാകുന്നത് ചാണ്ടിയുമ്മനും കാന്തപുരവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയക്കും അപ്പുറം ചാണ്ടിയുമ്മനും ഇന്ന് നിർണായക ദിവസമാണ്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന ദിവസമാണിന്ന്. കെ പോളിന്റെ ഹർജിക്ക് കേന്ദ്രം ഇന്ന് മറുപടി നൽകും. ജസ്റ്റിസ് വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. സേവ് നിമിഷപ്രിയ കൗൺസിൽ നൽകിയ ഹർജിയും സുവിശേഷകൻ കെ പോൾ നൽകിയ ഹർജിയുമാണ് പരിഗണിക്കുക. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ വിലക്കണമെന്നാണ് കെ പോളിന്റെ ഹർജി. കേസിൽ ഇടപെടുന്നതിൽ നിന്നും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനെയും കാന്തപുരത്തെയും വിലക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തനം നിർത്തലാക്കിയേക്കും. നിർഭാഗ്യവശാൽ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതരാകുകയാണെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വ്യക്തമാക്കിയിരുന്നു. അതേസമയം വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കഴിയുന്ന മലയാളികൾക്ക് നീതി ഉറപ്പാക്കാനുള്ള പുതിയൊരു കൂട്ടായ്മ രൂപീകരിക്കാനാണ് ആക്ഷൻ കൗൺസിൽ ആലോചിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാൻ നിർണായക ഇടപെടൽ നടത്തിയ കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക എന്ന് ആക്ഷൻ കൗൺസിൽ നിയമോപദേശകനും സുപ്രീം കോടതി അഭിഭാഷകനുമായ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. നിമിഷപ്രിയ വിഷയത്തിൽ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഹർജി നൽകിയ കെ പോളിന്റെ പ്രവർത്തനങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. കേന്ദ്ര സർക്കാരിന്റെ പേരിൽ വ്യാജ പണപ്പിരിവ് നടത്തുന്ന കാര്യങ്ങളും വ്യാജരേഖകൾ സമർപ്പിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെറിയ ഓട്ടമൊന്നുമല്ല നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചാണ്ടിയുമ്മൻ ഓടിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. വധശിക്ഷയ്ക്കായി നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടി കാന്തപുരം മുസ്ലിയാരെ പോയി കണ്ടതും വിധി മരവിപ്പിക്കുന്നതുവരെ കൂടെ നിന്നതും ചാണ്ടിയുമ്മൻ മാത്രമായിരുന്നു. ഈ വിഷയത്തിൽ തന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം നടപ്പിലാക്കാൻ ശപഥമെടുത്ത ഒരു മകന്റെ പോരാട്ടം കൂടിയുണ്ടായിരുന്നു. കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിമിഷപ്രിയയ്ക്കായി അക്ഷീണം പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കൻ സ്പീക്കർക്ക് പോലും ചാണ്ടിയുമ്മൻ കത്തെഴുതിയിരുന്നു. ബ്രിട്ടനിലെ മലയാളി MP പോയി കണ്ടു. കേന്ദ്ര സർക്കാരിനെ ഇടപെടിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു. അവിടെ ഇന്ത്യക്ക് അംബാസിഡർ ഇല്ല. നയതന്ത്ര ഓഫീസിലെ രണ്ടാമൻ മലയാളിയായ അബൂമാത്തൻ ജോർജ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. ബ്ലഡ് മണി കൊടുക്കാമെന്ന് ഉറപ്പു നൽകി. അങ്ങനെ ചെയ്യാവുന്നതിന്റെ അറ്റം ചാണ്ടിയുമ്മൻ ചെയ്തിരുന്നു. പക്ഷെ എന്തായാലും വിധി മറ്റൊന്നാണ്. എന്തായാലും സുപ്രീം കോടതിക്ക് മുന്നിൽ നിമിഷപ്രിയക്കൊപ്പം ചാണ്ടിയുമ്മനും എത്തുകയാണ് എന്ന് തന്നെ ഈ നിമിഷത്തിൽ നമുക്ക് പറയാം.